ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് മമ്മൂട്ടി ചേട്ടൻ നായകനായെത്തി ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ. ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കൃത്യമായി കേരള കളക്ഷൻ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അത് പ്രകാരം 1,85,00,000 ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത് തുടങ്ങിയ സിനിമ ഒരു ഡീസന്റ് കളക്ഷൻ നേടിയെടുത്ത് കേരള ബോക്സ് ഓഫീസിൽ തുടങ്ങിയിരിക്കുകയാണ്. അതേസമയം നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായെങ്കിലും ഡൊമിനിക്കിന് കേരള ബോക്സ് ഓഫീസിൽ ഈ വർഷത്തിലെ ഏറ്റവും ഉയർന്ന ആദ്യ ദിവസത്തെ കളക്ഷൻ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞില്ല. ബോക്സ് ഓഫീസ് കളക്ഷൻ സ്ഥാനങ്ങളിൽ രണ്ടാം സ്ഥാനത്താണ് നിലവിൽ ഡൊമിനിക് ഇടം നേടിയെടുത്തിരിക്കുന്നത്. ഈ വർഷം ഏറ്റവും ഉയർന്ന FT കേരള കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത് മമ്മൂട്ടിക്ക് മമ്മൂട്ടി ചേട്ടൻ എന്നൊരു പേര് കൂടി നൽകിയ രേഖാചിത്രം എന്ന സിനിമയാണ്. ആസിഫ് അലി നായകനെത്തിയ രേഖാചിത്രം ഡൊമിനിക് പോലെ തന്നെ വലിയ ഹൈപ്പൊന്നുമില്ലാതെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ്. ആദ്യ ദിവസം സിനിമ കേരളത്തിൽ 1,92,00,000 രൂപയായിരുന്നു ഗ്രോസ് ആയിട്ട് നേടിയെടുത്തത്. രണ്ടാം സ്ഥാനത്തുള്ള ഡൊമിനിക് ആകട്ടെ 1,85,00,000 രൂപയാണ് ആദ്യ ദിവസം കേരളത്തിൽ ഗ്രോസ് ആയിട്ട് നേടിയെടുത്തത്. മൂന്നാം സ്ഥാനത്തുള്ള ഐഡന്റിറ്റി തൊട്ടു താഴെയുണ്ട്. ടൊവിനോ നായകനെത്തിയ സിനിമ ഈ വർഷത്തിൽ ആദ്യത്തെ സിനിമയാണല്ലോ. 1,80,00,000 രൂപയാണ് ഒരു ഹൈപ്പുമില്ലാതെ തിയേറ്ററുകളിലേക്ക് എത്തിയ ഐഡന്റിറ്റി കേരളത്തിൽ ആദ്യ ദിവസം നേടിയെടുത്തത്. നാലാം സ്ഥാനത്ത് കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ പ്രാവിൻകുടി ഷാപ്പാണ്. സൗബിൻ ബേസിൽ തുടങ്ങിയവർ അഭിനയിച്ച സിനിമ ആദ്യ ദിവസം കേരളത്തിൽ 1,70,00,000 രൂപയാണ് ഗ്രോസ് ആയിട്ട് നേടിയെടുത്തത്. അപ്പോൾ ഈ പറഞ്ഞ 4 പ്രധാനപ്പെട്ട സിനിമകളിൽ രണ്ടാം സ്ഥാനത്ത് മമ്മൂട്ടി ചേട്ടന്റെ ഡൊമിനിക് സ്ഥാനം ഉറപ്പാക്കിയിരിക്കുകയാണ്. അടുത്ത മമ്മൂട്ടി ചേട്ടന്റെ സിനിമ ഉടനെ തന്നെ തിയേറ്ററുകളിലേക്ക് എത്തുന്നുണ്ട്. അതിലൂടെ ഒന്നാം സ്ഥാനം പിടിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഇതിനിടയിൽ ഡൊമിനിക്കിന്റെ രണ്ടാം ദിവസത്തെ ബുക്കിംഗ് സ്റ്റാറ്റസിലേക്ക് വരികയാണെങ്കിൽ പകൽ സമയങ്ങളിലെ ബുക്കിങ്ങിനെ കുറിച്ച് ഞാനായിട്ട് പ്രത്യേകം എടുത്ത് പറയേണ്ടതില്ലല്ലോ. അത്ര മികച്ച ബുക്കിംഗ് ഒന്നും തന്നെയല്ല ബുക്ക് മൈ ഷോയിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. ഇന്ന് ഉച്ചവരെ മണിക്കൂറിൽ 1000-ൽ പരം ടിക്കറ്റുകളാണ് വിറ്റഴിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം 2,000-ലധികം ടിക്കറ്റുകളാണ് മണിക്കൂറിൽ വിറ്റഴിച്ചത്. എന്നാൽ ഇപ്പോഴത്തെ ഈ വൈകിട്ട് 6 മണിക്ക് ശേഷമുള്ള സമയം 3,000-ലധികം ടിക്കറ്റുകൾ ഇതിനോടകം തന്നെ ബുക്ക് മൈ ഷോയിലൂടെ വിറ്റ് പോകുന്നുണ്ട്. അപ്പോൾ കാത്തിരിക്കൂ രണ്ടാം ദിവസത്തെ സിനിമയുടെ കളക്ഷൻ ഉൾപ്പെടെയുള്ള കൂടുതൽ വാർത്തകൾ അറിയാനായിട്ട്.